ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മളെ കണ്ണൂരിലെ സിറ്റി ഭാഗത്തുള്ള ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ലൊട്ടൻ്റെയും കച്ചിൻ്റെയും റെസിപ്പിയാണ്. ലൊട്ട കച്ചിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ആദ്യം ലൊട്ട എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാൻ 1 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് മാവ് കട്ടിക്കന്നെ ഒന്ന് കുഴച്ചെടുക്കുക. നിങ്ങൾ ഒരുപാട് വെള്ളം ചേർക്കണ്ട, കുറച്ച് വെള്ളം നനച്ച് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സായിട്ട് കിട്ടിയാൽ മതി നമുക്ക്. അല്ലാണ്ട് ചപ്പാത്തിൻ്റെ പൂരിൻ്റെ മാവ് പോലെ തൊടുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് ആ ഒരു ടെക്സ്ചർ വേണ്ട കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് വെള്ളം നനച്ച് നമുക്ക് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഇതാ ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിന്. ഇനി മാവ് ഡ്രൈ ആകാണ്ടിരിക്കാൻ മാവിൻ്റെ മുകളിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ആക്കി കൊടുക്കാം. എന്നിട്ട് 1/2 മണിക്കൂറൊന്ന് അടിച്ചു വെക്കാം. ഇനി ഇത് നമുക്ക് പൊങ്ങാൻ വേണ്ടിയിട്ടൊന്നും വെക്കേണ്ട, 1/2 മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഈസ്റ്റ് ഇട്ടുകൊണ്ട് തന്നെ കുബൂസിൻ്റെ മാവ് പോലെ അങ്ങ് പൊങ്ങാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണ്ട കേട്ടോ. ഇനി 1/2 മണിക്കൂറിന് ശേഷം നമുക്കൊന്ന് തുറന്നു നോക്കാം. ചെറിയ രീതിക്കൊന്ന് പൊങ്ങിക്കിട്ടീനെ. ഇനി ഇതൊന്ന് ഈക്വൽ പാർട്സ് ആക്കിയിട്ട് നമുക്കൊന്ന് ഉരുട്ടിയിട്ട് വെക്കാം. ഇപ്പം ഞാൻ 4 ഉരുളയാക്കിയിട്ടാണ് ഇതെടുത്തിരിക്കുന്നത്. ഇനി ഈ മാവ് നമ്മൾ പരത്തിയെടുക്കല്ല ചെയ്യാൻ, ഉരുട്ടിയിട്ട് എടുക്കുക കേട്ടോ. നമ്മൾ ഉരുട്ടുന്ന സ്ഥലത്ത് ഒന്ന് കൗണ്ടർ ടോപ്പിലൊന്ന് പൊടി വെതറി കൊടുക്കുക, ഒന്ന് ഒട്ടിപ്പിടിക്കുന്നേക്കാം. എന്നിട്ട് നമ്മൾ കൈ വെച്ചിട്ട് ഒന്നിതാ ഇതിനെ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഉരുട്ടിയിട്ടെടുക്കാം. അപ്പോൾ ഞാനിതാ എല്ലാം ഒന്ന് ഉരുട്ടിയെടുത്തിന്. ഇനി ഇത് നമുക്ക് കത്തി വെച്ചിട്ട് ചെറിയ പീസാക്കിയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതാ ഈ ഒരു തിക്നെസ്സിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. നന്നായി വലുതാക്കിയിട്ട് കട്ട് ചെയ്യണ്ട, ലൊട്ട എപ്പോഴും ചെറുതായിട്ടല്ലേ നമ്മൾ കാണുക. ഇനി ഇതാ ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് എടുത്തിന്. ഇനി നമ്മൾ ലൊട്ട ചെറിയ ബോൾസ് പോലെയല്ലേ കാണാൻ. അപ്പോൾ നമ്മൾ കത്തി വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് പ്രസ്സായി പോലെ, അത് ഞാൻ കൈ വെച്ചിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എല്ലാം നമുക്ക് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കട്ട് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ലൊട്ട ഇഷ്ടമുള്ളവർ എന്തായിട്ടും വീട്ടിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. ഇപ്പം ഇതാ ഞാൻ എല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് ഉരുട്ടിയെടുത്തിന്. ഇനി നമുക്ക് ഓയിലൊന്ന് ചൂടാക്കാൻ വെക്കാം. ഓയിൽ ചൂടായ ശേഷം നമുക്ക് ലൊട്ട അതിലേക്ക് ഇട്ടിട്ട് ഫ്രൈ ആക്കാം. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ ലൊട്ടൻ്റെ പുറംഭാഗം വേഗം നമുക്ക് കളർ മാറിക്കിട്ടും, പക്ഷെ ഉൾഭാഗം സോഫ്റ്റ് ആയിപ്പോവും. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിതൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ. ഞാനിത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് കാണിച്ചത്, നിങ്ങളെ ഒരു അളവിൽ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടാട്ടോ. അപ്പോൾ ഇതാ ഞാൻ ലോ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിരിക്കുന്നത്. നമുക്കിതൊരു ഗോൾഡ് ഷെയ്ഡായിട്ട് വരുന്ന വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാ അത്യാവശ്യം കളറൊക്കെ മാറി വന്ന് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ട് നമ്മൾ പുറത്തുനിന്നെല്ലാം വാങ്ങുമ്പോൾ എന്താണോ ടേസ്റ്റ് ഉണ്ടാവുക അത് ഈ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും കേട്ടോ. ഇനി ലൊട്ടയ്ക്ക് കോമ്പിനേഷനായിട്ട് നമ്മൾ കച്ചാണ് കേട്ടോ കഴിക്കാറോ ഇതിൻ്റെ കൂടെ. അപ്പോൾ കച്ച ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു ചെറിയ കഷ്ണം പുളി ഒരു ബൗളിലേക്ക് ഇട്ടെടുത്തിന്. 2 അല്ലി വെളുത്തുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലയും എരിവിന് ആവശ്യത്തിന് മുളക് പൊടിയും പിന്നെ 1 ടീസ്പൂണ് പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുന്നെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ കൈ വെച്ചിട്ട് നന്നായിട്ട് അമർത്തും കേട്ടോ. ഈ പുളിയെല്ലാം പുളി കടിക്കാൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഈ പൊടികളെല്ലാം ഇടുന്ന ഫസ്റ്റ് വെള്ളത്തിൽ പുളി ആദ്യം ഇട്ട് കൊടുത്തിട്ട് നമ്മൾ പുളിയൊന്ന് പീന ശേഷം പുളിയുടെ വേസ്റ്റ് ഒന്ന് കളയാം. അതിനുശേഷം മുളക് പൊടിയും ഈ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി. ഞങ്ങൾ പൊതുവെ ഇങ്ങനെയാണ് ചെയ്യാറ്, പുളി കടിക്കാൻ കിട്ടുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂടിയിട്ട് ഒരുമിച്ചിട്ടിട്ട് കൈകൊണ്ട് എല്ലാം കൂടി മിക്സ് ആക്കിയിട്ടാണ് ചെയ്യൽ. ഞാൻ പറഞ്ഞ പോലെ മല്ലിയിലേൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് കൈകൊണ്ട് മിക്സ് ആക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു കട്ടിക്ക് വേണം നമ്മളെ കച്ച് കിട്ടാൻ, നല്ല ലൂസായിട്ട് വേണ്ട. അപ്പോൾ നിങ്ങൾ കേട്ടില്ലേ നല്ല അടിപൊളി ക്രിസ്പി സൗണ്ട്. ഈ കച്ച് ലൊട്ടയ്ക്ക് ഇട്ടിട്ട് നമ്മളെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാം. കച്ച് ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ സ്പൈസി ഇഷ്ടമാണെങ്കിൽ
നമ്മൾ ഈ ലേസിനെല്ലാം തട്ടുന്ന പോലെ കുറച്ച് മുളക് പൊടി ഉപ്പും കൂടി ഈ ലൊട്ടൻ്റെ പുറത്തേക്ക് വെതറിട്ട് നമുക്ക് മിക്സ് ആക്കിയിട്ട് അങ്ങനെയും കഴിക്കാം കേട്ടോ. അല്ലെങ്കിൽ ഇതേപോലെ പ്ലെയിനാണ് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇങ്ങനെയും കഴിക്കാം. അപ്പോൾ ലൊട്ട എങ്ങനെ വേണമെങ്കിലും കഴിക്കാം, എല്ലാം അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ റെസിപ്പി ആയിട്ട് വീണ്ടും വരാം. അസ്സലാമു അലൈക്കും.